10th മാത്സിലെ തേർഡ് ചാപ്റ്റർ ആയ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിലെ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഈ സെക്ഷനിൽ നമുക്ക് ലീനിയർ ഇക്വേഷൻ അല്ലാത്ത ഇക്വേഷനെ നമുക്ക് ലീനിയർ ഇക്വേഷനായി റെഡ്യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/x plus 3/y is equal to 13. 5/x minus 4/y is equal to -2. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസും ലീനിയർ ഇക്വേഷൻസ് ആണ് അല്ലേ? ഇതൊരു ഫ്രാക്ഷൻ ഫോമിൽ 2/x 3/y എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റണം ഫസ്റ്റ്, എന്നിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/xന് നമുക്കൊരു 1/xന് ഒരു p ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/yക്ക് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, 1/yക്ക് ഒരു q ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെ കിട്ടും, 1/x എന്ന് പറയുന്നത് p, അപ്പോൾ നമുക്ക് 2 × p പ്ലസ് 3 × 1/y എന്ന് പറയുന്നത് q, അപ്പോൾ നമുക്ക് 3 × q is equal to 13 കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനിൽ 5/x ആണ്, അപ്പോൾ 1/x എന്ന് പറയുന്നത് p, അപ്പോൾ 5 × p എന്ന് കിട്ടും മൈനസ് 4/y, അപ്പോൾ 4 × q is equal to -2. അപ്പോൾ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്നും കൊടുക്കാം, ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ ആ വീഡിയോസ് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ. നമുക്ക് ഇക്വേഷൻ 1നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഇക്വേഷൻ 1 × 5 എന്ന് പറയുന്നത് എന്താണ്, 10p. 2 × 5 എന്ന് പറയുന്നത് 10p പ്ലസ് 15q is equal to 65 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഇക്വേഷൻ × 2 ചെയ്യുമ്പോൾ നമുക്ക് 10p മൈനസ് 8q is equal to -4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, രണ്ട് ഇക്വേഷനിലും പിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ടേം എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 3 എന്നും ഇതിനെ ഒരു 4 എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ചെയ്യുമ്പോൾ എന്താ കിട്ടാം, 10p മൈനസ് 10p. അപ്പോൾ നമുക്ക് ഈ ടേം ക്യാൻസലായി 15q മൈനസ് ഓഫ് -8q. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 23q എന്ന് കിട്ടും is equal to 65 മൈനസ് ഓഫ് -4. അപ്പോൾ നമുക്ക് 65 പ്ലസ് 4 എന്ന് കിട്ടും, is equal to 69. അപ്പോൾ നമുക്ക് q is equal to 69/23. അപ്പോൾ നമുക്ക് q is equal to 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടിയ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 5p മൈനസ് 4 × 3, അപ്പോൾ നമുക്ക് -12 is equal to -2 എന്ന് കിട്ടും. അപ്പോൾ 5p is equal to -2, ഈ -12നെ ഈ -2ൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ +12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് -2 + 12 എന്ന് പറയുന്നത് 10. അപ്പോൾ നമുക്ക് p is equal to 10/5, അതായത് 2 എന്ന് കിട്ടും. ബട്ട് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് കാണേണ്ടത്. പിയും ക്യൂവും കിട്ടി, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം 1/x എന്ന് പറയുന്നത് നമ്മൾ p എന്ന് എടുത്തിട്ടുണ്ട്,
അതേപോലെ തന്നെ 1/y എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, q എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും p. അതേപോലെ തന്നെ 1/y എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x is equal to 1/2 എന്നും y is equal to 1/3 എന്നും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5/x minus 1 plus 1/y minus 2 is equal to 2. 6/x minus 1 minus 3/y minus 2 is equal to 1. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് 5/x minus 1 പിന്നെ പ്ലസ് 1/y minus 2 ആ ഫോമില ഉള്ളത്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ബൈ എക്സ് ബൈ വൈ എന്നുള്ള ഫോമിലാണ് കണ്ടത്. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1 y മൈനസ് 2 എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/x minus 1 എന്നുള്ളതിനെ നമുക്ക് p എന്നും അതേപോലെ തന്നെ 1/y minus 2ന് q എന്നും കൊടുക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5 into p എന്നും പ്ലസ് 1 into q. അപ്പോൾ നമുക്ക് q പ്ലസ് q is equal to 2 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ തന്നെ 6 into p minus 3 into q 3q is equal to 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്കിത് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ 1നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ 1 into 3 ചെയ്യുമ്പോൾ 15p പ്ലസ് 3q is equal to 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് q-ന്റെ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 6p പ്ലസ് 15p എന്ന് പറയുന്നത് 21p is equal to 6 plus 1 7 കിട്ടും. അപ്പോൾ നമുക്ക് p is equal to 7/21 കിട്ടും is equal to 1/3. ഇനി നമുക്ക് ഈ കിട്ടിയ p-ന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 into 7/21 plus q is equal to 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് q is equal to 2 minus 5 into 7/21 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് q is equal to 1/3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ്. നമുക്കറിയാം 1/x minus 1 എന്ന് പറയുന്നത് p-യും 1/y minus 2 എന്ന് പറയുന്നത് q ആണെന്ന്. സോ നമുക്ക് x minus 1 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. കാരണം 1/x minus 1 എന്ന് പറയുന്നത് 1/3 ആണ്. അതേപോലെ തന്നെ y minus 2 എന്ന് പറയുന്നത് is equal to 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സിംപ്ലൈസ് x is equal to 3, ഈ മൈനസ് 1നെ കൊണ്ട് എടുക്കുമ്പോൾ പ്ലസ് 1, നമുക്ക് 3 plus 1 4 എന്ന് കിട്ടും. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് is equal to സിംപ്ലൈസ് y is equal to 3 plus 2 ആവും. ഈ മൈനസ് 2നെ കൊണ്ട് എടുക്കുമ്പോൾ പ്ലസ് 2, അപ്പോൾ നമുക്ക് y is equal to 5 എന്നും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/2x plus 1/3y is equal to 2. 1/3x plus 1/2y is equal to 13/6. അപ്പോൾ നമുക്കിവിടെ 1/x-നും 1/y-ക്കും 1/x-ന് p എന്നും 1/y-ക്ക് q എന്നും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എന്താവും, p/2 പ്ലസ് q/3 is equal to 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ p/3 പ്ലസ് q/2 is equal to 13/6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ 2ൻ്റെയും 3ൻ്റെയും LCM എന്ന് പറയുന്നത് 6. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും p-ൻ്റെയും q-ൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കുമ്പോൾ നമുക്ക്
3p plus 2q by 6 is equal to 2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 6നെ 2ൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? 3p plus 2q is equal to 12 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷനിൽ 2p plus 3q by 6 is equal to 13 by 6 എന്ന് കിട്ടും. അപ്പോൾ 6നെ നമുക്ക് 13 by 6ൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ 2p plus 3q is equal to 13 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തേർഡ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6p plus 4q is equal to 24 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ ഫോർത്ത് ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ p പ്ലസ് 9q is equal to 39 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 5 എന്നും ഇതിനെ ഇക്വേഷൻ 6 എന്നും കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ 6 മൈനസ് ഇക്വേഷൻ 5 ചെയ്യുമ്പോൾ 6p ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 9q മൈനസ് 4q എന്ന് പറയുന്നത് 5q is equal to 39 മൈനസ് 24 എന്ന് പറയുന്നത് 50. അപ്പോൾ നമുക്ക് q is equal to 3 എന്ന് കിട്ടി. ഈ കിട്ടിയ qൻ്റെ വാല്യൂ നമ്മൾ ഈ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3p plus 2 into 3 6 is equal to 12 കിട്ടും. അപ്പോൾ നമുക്ക് 3p is equal to 12 minus 6. അപ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ p is equal to 6 by 3 is equal to 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് q is equal to 3 എന്നും p is equal to 2 എന്ന് കിട്ടി. നമുക്കറിയാം 1 by x എന്ന് പറയുന്നത് p ആണ്. അപ്പോൾ നമുക്ക് is equal to 2 എന്ന് കിട്ടും. 1 by y എന്ന് പറയുന്നത് q ആണ്. അപ്പോൾ നമുക്ക് 1 by y is equal to 3 എന്ന് കിട്ടും. സോ ഇവിടെ x is equal to 1 by 2 എന്നും y is equal to 1 by 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 by root x plus 3 by root y is equal to 2. 4 by root x minus 9 by root y is equal to minus 1. അപ്പോൾ ഇവിടെ ബൈ റൂട്ട് എക്സും ബൈ റൂട്ട് വൈ ആണ്. അപ്പോൾ നമുക്ക് 1 by root എക്സിന് p എന്നും 1 by root yക്ക് q എന്നും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻ എന്താവും? 2p plus 3q is equal to 2 എന്നും അതേപോലെ തന്നെ 4p minus 9q is equal to minus 1 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ കിട്ടി. ഇനി ഇത് എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 4p plus 6q is equal to 4 എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3 ചെയ്യുമ്പോൾ നമുക്ക് pൻ്റെ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് 9q മൈനസ് 6q. അപ്പോൾ നമുക്കിവിടെ മൈനസ് 15q is equal to മൈനസ് 1 മൈനസ് 4. അപ്പോൾ നമുക്ക് മൈനസ് 5 കിട്ടി. അപ്പോൾ നമുക്ക് q is equal to മൈനസ് 5 by മൈനസ് 15. അപ്പോൾ നമുക്ക് 1 by 3 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ കിട്ടിയ qൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2p plus 3 into q എന്ന് പറയുന്നത് 3 into 1 by 3. അപ്പോൾ 1 is equal to 2 എന്ന് കിട്ടും. അപ്പോൾ 2p is equal to 2 minus 1 1. അപ്പോൾ p is equal to 1 by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ q is equal to 1 by 3 എന്നും p is equal to 1 by 2 എന്നും കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 by root x ആണ് p എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by root x is equal to 1 by 2 എന്ന് കിട്ടി. അപ്പോൾ root x is equal to 2. അപ്പോൾ x എന്ന് പറയുന്നത് എന്താ? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് x is equal to 4 എന്ന് കിട്ടും. അതേപോലെ എന്താണ് 1 by root y എന്ന് പറയുന്നത് q ആണ്. അപ്പോൾ നമുക്ക് 1 by root y എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 by 3 എന്ന് കിട്ടും. അപ്പോൾ 1 by root y is equal to 1 by 3.
അപ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് √y is equal to 3 എന്ന് കിട്ടും. സോ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് y is equal to 9 കിട്ടും. അപ്പോൾ നമുക്കിവിടെ x is equal to 4 എന്നും y is equal to 9 എന്നും കിട്ടി. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയ ബോട്ടിൻ്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.